നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേ നമോ നമ. പണ്ടാരും ഇതുപോലെയുണ്ടായിട്ടില്ല, പുനരുണ്ടാകയില്ല എന്നും ചൊല്ലിടാം അസംശയം. ഭരത നരപതി ചെയ്തതിൻ വില ചൊൽവാന് പരിചോടൊരു നൃപൻ കരുതിയിടുകിലവൻ. കൈകൊണ്ടു തുഴഞ്ഞാശു നാഗലോകത്തു പോകാന് വൈകാതെ കൊതിച്ചിടുമില്ല സംശയമേതും. മന്നവൻ ഭരതനും പത്നിമാർ മൂവരുണ്ട്, നന്ദനന്മാരുണ്ടായി വന്നിതു കാലാന്തരേ. പുത്രന്മാർ നമുക്ക് അനുരൂപന്മാരല്ലെന്നതും ചിത്തത്തിൽ ഭരതനുമുറച്ച് അറിയയാല് ഭാര്യമാരാത്മത്യാഗശങ്കയായി പുത്രന്മാരെ കാര്യമില്ലാതെ വധിച്ചിടിനാരകോ കഷ്ടം. പാർത്ഥിവൻ ദുഃഖം പൂണ്ട് പുത്രാർത്ഥം ദേവന്മാരെയും പ്രാർത്ഥിച്ചു മരുസോമയജ്ഞവും ആരംഭിച്ചു. അക്കാലം അഗ്രജന്റെ ഭാര്യ മമതയെ മുഖ്യനാം ബൃഹസ്പതി കാമിച്ചു ചെന്ന നേരം തൽഗർഭസ്ഥനായുള്ള ബാലകൻ വിലക്കിനാന്. ഉദ്ധൃത ഗോപാൽ ഗുരു ശപിച്ചാനവനെയും മമത തന്നെ ഗമിച്ചിടിനാൻ ബൃഹസ്പതി. മമതയ്ക്കപ്പോൾ ഗർഭം രണ്ടതങ്ങുണ്ടായി വന്നു, 2 പുത്രന്മാരെയും പെറ്റൊരു നേരം അവൾ ഉണ്ടായി ഭർത്തൃത്യാഗശങ്കയും. മനതാരിൽ ഗുരുപുത്രനെ വിടിഞ്ഞവളും നടകൊണ്ടാൾ പരിചോടവളോട് ദേവകൾ ചൊല്ലിടിനാൻ. സൂതനോ ഭരദ്വജനിവനെന്നവൾ ഭരദ്വജാനിവനെന്നപ്പോൾ ഗുരുസൂതനും ഭരദ്വജനെന്നും നാമവും വന്നു. മമതയില്ലായകയാൽ മമത പോയ ശേഷം അമൃതാശനന്മാരുമെടുത്തു കുമാരനെ ഭരത നൃപേന്ദ്രനു പുത്രനായി നൽകിയിടിനാർ. പരിതോഷവും വന്നു ഭരതൻ അകതാരിൽ. വിദതവംശനായ നിന്നുടെ സുതനിവൻ വിദതനെന്നും ദേവവൃന്ദവും ചൊല്ലിയിടിനാർ. ഇത്തമങ്ങിരുപത്തേഴായിരം സംവത്സരം പൃഥ്വിചക്രവും പരിപാലിച്ചു ഭരതനും. ചക്രവർത്തിയായി വാണു പുത്രനു രാജ്യം നൽകി. ചക്രവാണീതൻ പദം പ്രാപിച്ചാനെന്നു കേൾപ്പൂ. ധന്യനാവിതന്റെ നന്ദനൻ മനുവവൻ. നന്ദനൻ മൃഗൽക്ഷത്രൻ തൽസുതൻ ജയനല്ലോ. തൽസുതൻ മഹാവീരൻ നരനും ഗർഗൻ താനും. സത്സംഗപ്രിയനായ സംകൃതി നരാത്മജൻ അവനും. രന്തിദേവൻ ഗുരുവും തനയന്മാരവനീപതി. രന്തിദേവനത്രയും മുഖ്യൻ. ദാനങ്ങൾ ചെയ്ത് വിത്തങ്ങളൊടുങ്ങിയിട്ടും മാനവേശ്വരൻ പാത്രാദികളും ദാനം ചെയ്തും. പൗരന്മാർ കൃതദതീ ക്ഷീരങ്ങൾ കൊണ്ടുവന്നാൽ പൗരന്മാർ കൃതദതീ ക്ഷീരങ്ങൾ കൊണ്ടുവന്നാൽ പാരാതിരന്തി ദേവനപ്പോഴേ ദാനം ചെയ്യും.
ഒന്നുമില്ലാഞ്ഞു 48 അഹോരാത്രം. നൃപൻ അന്നവും ജലപാനം പോലും ഇല്ലാതെ വാണും. അന്നൊരു വിപ്രജ്യേഷ്ഠൻ വന്നിതങ്ങ് അതിഥിയായി. മന്നവൻ പണിവെട്ടു ഭോജനം ചെറ്റുണ്ടാക്കി വിപ്രനു നൽകി ശേഷം ഭുജിപ്പാൻ തുടങ്ങുമ്പോൾ ശുൽപ്പീവാസിതനായി വന്നാനങ്ങോരു ശൂദ്രൻ. ഈശ്വരൻ ഇവനെന്നു കൽപ്പിച്ചു നരവരൻ. ആശ്ചര്യം അന്നത്തിൽ നിന്ന് അന്തർഭോജനം നൽകി. അന്നേരം അശ്വഭജന്മാർ അശ്വക്കളോടൊരുമിച്ചു വന്നുടൻ നൃപതിയോടന്നത്തെ അപേക്ഷിച്ചാർ. ശുദ്ധഭാവേന നൃപൻ അർത്ഥമുള്ളതും നൽകി. ബുദ്ധിയിൽ ഈശ്വരനെ ധ്യാനിച്ചു മടിയാതെ അഞ്ജലി മാത്രം ശേഷം ജലമുള്ളതോ നൃപൻ അഞ്ജസാദാഹത്തോടു കുടിപ്പാൻ തുടർന്നപ്പോൾ വന്നോരു പുൽക്കസൻ താൻ ദൂരവേ ചെന്നു നിന്നു. മന്നവാ ജലം ദേഹി അത്യുച്ചത്തിൽ ചൊല്ലിടിനാൻ പാനത്തിനായി. കയ്യിലെടുത്ത ജലം നൃപൻ ദീനനാം പുൽക്കസനോടൊത്താൻ മടിയാതെ. ദാഹത്തെ സഹിയാഞ്ഞു ഭൂപതീശ്വരൻ പിന്നെ മോഹിച്ചു വീണു മരിച്ചിടുവാൻ തുടർന്നപ്പോൾ ഇന്ദ്രാദി ദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷമായി വന്നാശു നൃപേന്ദ്രനു വേണ്ടുന്ന വരം നൽകി. കാമഭോഗങ്ങളെല്ലാം വിദ്യയെന്നോർത്തു നൃപൻ ആമയമെന്നേ മുക്തി ലഭിച്ചു കാലാന്തരേ. ദേവാനുചരന്മാരായ ജനങ്ങൾക്ക് അന്തരംഗത്തിൽ ജ്ഞാനമുണ്ടായി വന്നിതു ചിത്രം. നിർമ്മലൻ ഗർഗൻ തൻ്റെ നന്ദനൻ ചിണിയല്ലോ. ബ്രഹ്മവംശ്യരായി വന്നു തൽപുത്രാദികളെല്ലാം. പിന്നെ മഹാവീര്യനന്ദനൻ പാപക്ഷയൻ നന്ദനൻ മൃഗക്ഷത്രൻ അറിയ ഹസ്ത്രീയത്രേ. ഹസ്തിഭൂപതി തന്നാൽ നിർമ്മിതമായ പുരം ഹസ്തിനപുരം ഭവതാവാസം നരപദേ. ഹരേ നാരായണ.